നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ ഇനി എന്നെ சொல்ல முடியும் അമ്മ? ഒരു കണക്കിനത് നന്നായി. ജീവിച്ചിരിക്കുന്നവന് ബലിയിടണ്ടല്ലോ. പക്ഷെ അവൻ ജീവിച്ചിരിക്കുന്നെന്ന് അവളുടെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. ജീവൻ എന്നെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അമ്മേ, കൊല്ലം നോക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനും ആ മനുഷ്യനെ കണ്ട എനിക്ക് തിരിച്ചറിയാം, അത് ജീവൻ തന്നെയാ. நித்யா மேடம், நீங்க என்ன சொன்னது? அப்படி எங்கேயாவது ஜீவசாரம் உயிரோட இருந்தா எப்படியே நம்ம தேடி வரலையா? അത് മാത്രമല്ല മോളെ, നമ്മൾ മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണിപ്പോ? ആ ദൂരൊക്കെ ജീവന് നിസ്സാരമാണ്. കഴിഞ്ഞതൊന്നും അമ്മ മറന്നിട്ടില്ലല്ലോ. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നെന്ന് ജീവൻ വ്യക്തമായിട്ട് അറിഞ്ഞതല്ലേ. അപ്പൊ പിന്നെ ഇവിടെ തന്നെയല്ലേ നമ്മളെ തരിക? എന്നാ മേഡം ഇത്? അവരന്ത പുഴ പോണതും വെള്ളത്തേക്ക് കീഴ പോണതും നാമ എല്ലാം പാത്തതാനേ. ഇല്ല ശരവണ, അത് ജീവന്റെ അവസാനമായിരുന്നില്ല, അതെനിക്ക് ഉറപ്പാ. മോളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവാതെ വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. ചിലപ്പോൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിന്റെ ഈ തോന്നല് മാറും. ஆமா ஆமா, அது நல்லதானம்மா. அம்மா போற்றியோட சொல்லி ஏதாவது சரடு ஜெபிச்சு கை கொடுங்க. இந்த மாதிரி நினைப்பொന്നും வராதிருக்கட்டும். അമ്മേ, നാളെയല്ലേ ഏട്ടന് ബലിയിടേണ്ട ദിവസം? നാളെ രാവിലെ തന്നെ നമ്മൾ പോവുകയല്ലേ? വേണ്ട, ഇനി ബലിയിടണ്ട. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ബലിയിടാൻ പാടില്ലല്ലോ. ബലിയിടണം. പതിവ് പോലെ ചെയ്തിരുന്നതെല്ലാം ചെയ്യണം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിത്യേച്ചിക്ക് ഇതെന്തു പറ്റി? ഞാൻ കരുതി ഈ പറച്ചിലുകളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. ഏതാ അമ്മ ഇയാള്? ഏട്ടനെ പോലെ തോന്നിച്ചു എന്ന് നിത്യേച്ചി പറയുന്ന ആള്. തോന്നലല്ല, സത്യാണ്. നാളെ നമ്മൾ ജീവന് ബലിയിടുന്നില്ല. നാളെ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിന് ഭക്ഷണം കൊടുക്കാം. നമുക്കറിയാവുന്ന ആളുകളെ വീട്ടിലും ഭക്ഷണം കഴിക്കാൻ വിളിക്കാം. അത് മതി. അമ്മേ, മോളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, അല്ലേ ശരവണ? அப்படி ஆகட்டும்மா, அப்படி ஆகட்டும். ഈ വർഷം എന്നല്ല, ഇനി ഒരു വർഷവും ബലിയിടുന്നില്ല. ബലി മരിച്ചവർക്കുള്ളതാ. നിത്യേച്ചിയുടെ മനസ്സിൽ എന്തോ തടഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ അങ്ങനെ പറയില്ല.
ഇനി എന്നെ சொல்ல முடியும் അമ്മ? ഒരു കണക്കിനത് നന്നായി. ജീവിച്ചിരിക്കുന്നവന് ബലിയിടണ്ടല്ലോ. പക്ഷെ അവൻ ജീവിച്ചിരിക്കുന്നെന്ന് അവളുടെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. ഞാൻ തന്റെ കമ്പനിയിൽ വിളിച്ചിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു അഭിപ്രായം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താൻ. നല്ല ബിസിനസ് നടത്തുന്നുണ്ട് താൻ, അല്ലേ? ആ, ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഓക്കെ. പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? പതുക്കെ പതുക്കെ തന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും പുരോഗതി? ചില നേരത്ത് ഞാൻ വല്ലാതെ ശ്രമിച്ചു നോക്കും ഡോക്ടർ. അവ്യക്തമായ ചില ശബ്ദങ്ങളും തെളിയാത്ത ചില ചിത്രങ്ങളും മാത്രം. എനിക്ക് അമ്മയെ മാത്രം അറിയാം. പക്ഷെ ചുറ്റും നടന്നൊന്നും ഓർമ്മയില്ല. അല്പം വെയിറ്റ് ചെയ്യ്. ജീവന്റെ കാര്യത്തില് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഡോക്ടർ, എന്നെ അവിടെ കൊണ്ടുവന്നപ്പോ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്ക് കണ്ട ഓർമ്മിക്കാൻ പറ്റുന്ന എന്തെങ്കിലും? ജീവൻ തന്നെ ഇവിടെ കൊണ്ടുവരുമ്പോ ഒരു വല്ലാത്ത കണ്ടീഷനിലായിരുന്നു. തന്റെ വസ്ത്രങ്ങൾ പോലും ആകെ പിന്നിക്കേറിയ അവസ്ഥയിലായിരുന്നു. അന്ന് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സോ മറ്റോ കിട്ടിയിരുന്നു. അതിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രത്യേകിച്ചൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. സാർ, ആ പേഴ്സ് ഇവിടെ ഉണ്ടോ? എനിക്കൊന്ന് തരാവോ? ഓ ഷുവർ. സത്യത്തിൽ ഇതിനിടയിൽ ഞാൻ മറന്നുപോയതാണ്. ഞാൻ നോക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.